ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ട്യൂസ്ഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ്. ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. ഒരു റുട്ടീൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആമിയുടെ സ്കൂളിൽ മൺഡേ ആണ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആമിക്ക് ജൂൺ 10th ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ സ്കൂളിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം ചില സ്കൂളുകൾക്ക് 10th തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സ്കൂളിൽ 12th അപ്പോൾ വെനസ്ഡേ ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചയുടെ അന്ന് തലേ ദിവസം ഞാൻ കുറച്ച് പ്രീ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആമിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ശരവണയിൽ പോയിട്ട് ഞങ്ങൾ പുതിയ ലഞ്ച് ബോക്സൊക്കെ മേടിച്ചു. അപ്പോൾ അവർക്ക് സ്കൂളിൽ ഇങ്ങനെ ഇതുപോലത്തെ സ്റ്റീലിലുള്ള ബോക്സസേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും പ്ലാസ്റ്റിക്കിലത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കി മാറ്റുവാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടിൽ കാണിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ സ്റ്റിക്കറൊക്കെ നന്നായിട്ടൊന്ന് ഇളവി വരും. ഇളക്കിയിട്ട് അത് നന്നായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സബീനയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയാൽ മതിയാവും. ഇന്ന് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ ആമിക്ക് വെക്കേഷൻ ആയിരുന്നപ്പോഴത്തേനും ഹസ്ബൻഡ് രാവിലത്തെ ഡ്യൂട്ടിക്കാണ് പോകുന്നത്. അപ്പോൾ നൈറ്റ് വരുമായിരുന്നു. ഡേ ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഈ ജൂൺ മാസം മുതൽ വീണ്ടും പഴയതുപോലെ നൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മാസത്തിൽ 12 ദിവസമാണ് ജോലിക്ക് പോകേണ്ടത്. ആദ്യത്തെ 2 weeks ഓഫീസിൽ പോവും. പിന്നെ വരുന്ന ബാക്കി 1.5 ആഴ്ച വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും. വർക്ക് ഫ്രം ഹോമാണ്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മിക്ക ദിവസവും ചപ്പാത്തി തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് സുഖമില്ല കേട്ടോ. എനിക്കിങ്ങനെ കോൾഡൊക്കെ വന്നിട്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫീവറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ചപ്പാത്തിയുടെ മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷം അവരുടെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുന്ന ലഞ്ച് ബോക്സൊക്കെ ഞാനൊന്ന് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ പാത്രം കൂടി കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് കഴുകി വെച്ചതിന് ശേഷം ചപ്പാത്തിയുടെ കൂടെ നിന്ന് ഹസ്ബൻഡിന് കൊടുത്തുവിടാനായിട്ട് പോകുന്നത് പൊട്ടറ്റോ മസാലയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഈസിയാണ് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കറി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ആമിക്കുട്ടി അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് എൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുമ്പോഴൊക്കെ ഇതുപോലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും പെൺമക്കൾ അങ്ങനെയാണല്ലേ, നമ്മൾ അമ്മമാർ ചെയ്യുന്നതൊക്കെ നോക്കി വെച്ചിട്ട് നമ്മുടെ സംസാരമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതിയാണെങ്കിലും ഒക്കെ അവരിങ്ങനെ നോക്കി വെച്ചിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഞാനും പണ്ട് ഇങ്ങനെ ആയിരുന്നു അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോയും സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തു. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകും പെരുജീരകം കൂടി ഇട്ട് താളിച്ചു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ദിവസം മുന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒരുമിച്ച് വറുത്ത് വെച്ചു എന്നുള്ളത്. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ സവോള വഴറ്റിയപ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇതിലേക്ക് തക്കാളി 2 മീഡിയം സൈസിലുള്ള 2 ചെറിയ തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാടിട്ട് അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന നേരത്തേക്ക് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം കുക്കറിൽ ഒരു 4 വിസിലാണ് കേൾപ്പിക്കുന്നത്. 4 വിസിൽ കേൾക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. മസാലയും മുളകും മല്ലിപ്പൊടിയും എല്ലാം കറക്റ്റാക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് വീട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനിടയിൽ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നന്നായിട്ട് എന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മാവ് കുഴച്ചപ്പോഴത്തേനും അതിലേക്ക് നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നു. നെയ്യ് ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും മാവ് കഴിക്കുന്നത്. അപ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ചപ്പാത്തി കഴിക്കാനും നല്ലൊരു സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നൈറ്റൊക്കെ കൊണ്ടുപോകുന്നതല്ലേ. നമ്മളിപ്പോൾ ഞാനൊരു വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഹസ്ബൻഡ് 5:30ക്കാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്നതുകൊണ്ട് തന്നെ നൈറ്റ് കഴിക്കാനായിട്ട്
കഴിക്കാനായിട്ട് കറക്റ്റായിരിക്കും, പാകം കറക്റ്റായിരിക്കും. പിന്നെ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ആ ഒരു ഒരു മുറുമുറാന്ന് ഇരിക്കുമല്ലോ, ആ ഒരു സംഭവം കാണത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നതിനിടയിൽ തന്നെ ആമിക്കുട്ടി വീണ്ടും വന്നിട്ടുണ്ട്. ആമിക്ക് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റ് വരുന്ന കുറച്ച് മാവ് അവൾക്ക് കൊടുക്കും. അപ്പോൾ അവൾ അവിടെ നിന്ന് പരത്തി ഒക്കെ എടുക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ വേസ്റ്റ് ആക്കാനായിട്ടും വേണ്ടിയിട്ട് കൊടുക്കത്തില്ല കേട്ടോ. ചെറിയൊരു പീസാണ് കൊടുക്കുന്നത് മാവ്. പിന്നെ ഇതിനിടയിൽ തന്നെ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് ടിഫിൻ റൈസിന് 1 മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് ചേർക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഞാൻ മുന്നേയും ചേർത്തുകൊണ്ടിരുന്നത്. പിന്നെ 1/2 ഗ്ലാസ് തികച്ചെടുക്കത്തില്ല, അതിനേക്കാളും കുറച്ചും കൂടി താഴെ, എന്നാൽ 1/4 ഗ്ലാസ്സിന് മേലെ നിൽക്കുന്ന രീതിയിൽ നല്ല ചോറും കൂടി, തണുത്ത ചോറും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. ഞാൻ മുന്നേക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പും കൂടി ഇട്ടിട്ടാണ് മാവ് പുളിപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനങ്ങനെ ഉപ്പിടത്തില്ല കേട്ടോ, രാവിലെ തന്നെയാണ് ഉപ്പിട്ട് ഇളക്കിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു മാവ്, ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഈ ലാസ്റ്റ് കുഴയ്ക്കുന്നൊരു പരിവാണ്. നമ്മളിപ്പോൾ സ്പൂണൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ദോശമാവൊക്കെ അരച്ച് വെച്ചു കൈയോടെ തന്നെ. നാളെ മുതൽ എനിക്ക് സ്കൂളിൽ പോകുന്ന ദിവസമല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇതിനിടയിൽ തന്നെ പൊട്ടറ്റയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ 4 വിസിൽ കേൾപ്പിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ഉടയ്ക്കുന്നില്ല കേട്ടോ, കുറച്ച് നല്ല വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലയും പിന്നെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മണം അതിലേക്കൊന്ന് ഇറങ്ങി കിട്ടുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും പൊട്ടറ്റോ കറി ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്, നല്ല കളറും ഒക്കെയാണ്. വെളിച്ചെണ്ണയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ കറിയും ചപ്പാത്തിയൊക്കെ ഒന്ന് പാക്ക് ചെയ്തു. പിന്നെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ്, കൂടുതലും മാതളം തന്നെയാണ് കൊടുത്തയക്കുന്നത്. ഇതുപോലെ ഒന്ന് പൊളിച്ച് ഞാനിങ്ങനെ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ നല്ലതാണല്ലോ മാതളമൊക്കെ കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്തിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഹസ്ബൻഡ് ഓഫീസിൽ പോയതിന് ശേഷം ഞാനൊന്ന് ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഡെയിലി വൈകുന്നേരങ്ങളിൽ ഞാൻ ടെറസിൽ വരാറുണ്ട്. നല്ല രസമാണ് വൈകുന്നേര സമയത്ത് നമ്മുടെ ടെറസിൽ വന്നുള്ള വ്യൂ കാണാനായിട്ട്. കുറേ നേരം ഇവിടെ നിൽക്കും, ഒരു 6:30 മണി വരെയൊക്കെ ഇവിടെ നിന്നതിന് ശേഷമാണ് താഴേക്ക് പോവുള്ളൂ. അപ്പോൾ വന്നപ്പോഴത്തേനും ചുമ്മാ അതൊന്ന് വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോയിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ എപ്പോഴും ചായ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ പാലിരുന്നത് കൊണ്ട് ചായ ഇടാമെന്ന് ഓർത്തു. അങ്ങനെ പാല് തിളപ്പിച്ച് ചായ ഇട്ടതാണ്. അങ്ങനെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഒരു കേക്കൊക്കെ ഉണ്ടായിരുന്നു, കേക്കൊക്കെ എടുത്ത് കഴിച്ചു. ആമിയുടെ സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് തന്നെയാണ് മേടിക്കുന്നത്. പിന്നെ ഞാൻ താഴേക്ക് വന്നതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ സാധാരണ എപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഡെയിലി ഞാനിങ്ങനെ സ്റ്റൗ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ വീണ്ടും കഴുകി ഇതുപോലെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിച്ചൺ ഫുള്ള് നീറ്റാക്കി ഇട്ടിട്ടേ ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കിച്ചൺ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ കിടക്കുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ സ്കൂളിൽ പോകാനായിട്ട് ഞാൻ യൂണിഫോം ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. സാധാരണ മുന്നത്തെ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാനങ്ങനെ സാധാരണ അയൺ ചെയ്യുന്നത് രാവിലെകളിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം തൊട്ട് അവൾക്ക് തലേ ദിവസം നൈറ്റ് തന്നെ അയൺ ചെയ്ത് വെക്കണമെന്ന് തീരുമാനിച്ചെടുത്തിരിക്കുന്ന കാര്യമാണ്. കാരണം രാവിലെ എല്ലാം കൂടി പറ്റത്തില്ലാന്നേ, എല്ലാം കൂടെ നമുക്ക് കുക്കിങ്ങും കുട്ടിയുടെ കാര്യം എല്ലാം കൂടെ നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ വർഷം മുതൽ എന്തായാലും തലേന്ന് രാത്രി തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അയൺ ചെയ്ത് വെക്കാറാണുള്ളത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും കുറേ ഭാരമൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ആമി അങ്ങനെ സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ വ്ളോഗ് ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ മിനി വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.